ഫ്രണ്ട്സ്, നമ്മളിന്ന് റെക്കോർഡ് ചെയ്യുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 15 ഓഫ് ദ വീഡിയോ. നമ്മൾ ഒത്തിരിയധികം വീഡിയോസ് ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകുന്നത് മാർക്കറ്റിൻ്റെ എൻട്രി സെനാരിയോസ് നമ്മളുടെ പഠിച്ചു വെച്ചിരിക്കുന്ന കൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് വരുമ്പോഴും മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വരുമ്പോഴത്തേനും നമ്മളുടെ എൻട്രി സെനാരിയോസ് റിഫൈൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. സോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. നമുക്ക് നമ്മളുടെ കൺസെപ്റ്റിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ആദ്യമേ തന്നെ നമുക്ക് ലിക്വിഡിറ്റി എന്താണ്, മാർക്കറ്റിലെ ലിക്വിഡിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എവറി സ്വിംഗ് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നിടത്തെല്ലാം ലിക്വിഡിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാർക്കറ്റ്? ട്രാൻസാക്ഷണൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ മാർക്കറ്റിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് ടു കളക്ട് ദ ലിക്വിഡിറ്റി, അല്ലേ? ഇറ്റ് ഈസ് ടു ഗ്രാബ് ദ ലിക്വിഡിറ്റി. അപ്പോൾ ഒരു മാഗ്നറ്റ് മെറ്റലിനെ എങ്ങനെയാണോ അട്രാക്ട് ചെയ്യുന്നത് അതേ മോഡലിൽ ആണ് ഈ ലിക്വിഡിറ്റി കളക്ഷൻ അട്രാക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് അട്രാക്ട്സ് ലൈക്ക് എ മെറ്റൽ ടു മാഗ്നറ്റ് എന്ന് നമ്മൾ പറയല്ലേ. അപ്പം അതുപോലെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യം വരുന്നത്? മാർക്കറ്റ് ഇങ്ങനെ ഒരു എനി ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ പോകുന്നു, ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അതിനുശേഷം പ്രൈസ് താഴോട്ട് വരുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു. ഇങ്ങനെ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് എ സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അല്ലേ? അപ്പോൾ ഇതും ഒരു സ്വിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇനി അടുത്ത വരുന്നതോ ഇതും ഒരു സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. സോ നമ്മൾ ഈ ബേസ് ബോട്ടം കാണുന്ന എല്ലാ പോയിന്റ്സും എല്ലാം നമുക്കൊരു സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ഇതൊരു സ്വിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇതും തന്നെ ഇതൊരു സ്വിംഗ് ആണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റിന് മാർക്കറ്റ് ഒരു സൈഡിൽ നിന്നും വേറെ സൈഡിലേക്ക് ഹെഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേനും മാർക്കറ്റ് ഹാസ് എ പർപ്പസ് ടു കളക്ട് ഓൾ ദ ലിക്വിഡിറ്റി. അപ്പോൾ ഇതിന്റെ താഴെയെല്ലാം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പൂൾ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയാം, അല്ലെ? ഒരു ജലാശയം എന്ന് പറയാം, ഒരു ഓർഡറിന്റെ ഒരു ജലാശയം എന്ന് നമുക്ക് പറയാം, അല്ലെ? അത്രയും കൂടുതൽ ഓർഡേഴ്സ് അവിടെ കളക്ട് ചെയ്യപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ഓർഡേഴ്സിനെ ലിക്വിഡേറ്റ് ചെയ്യുക ഓർ അതിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്? പ്രൈസ് ഒരു കൺസിസ്റ്റന്റ് ജേർണി നടക്കുന്നു, പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നു, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് പുള്ളിംഗ് ബാക്ക്, അല്ലെ? പുള്ളിംഗ് ബാക്ക് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ഈ ഒരു സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കും, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വെക്കും, നോർമൽ ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വെക്കും. മേടിച്ച് ഇവിടുന്ന് സെല് ചെയ്തവർ ഇവിടെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കും, അല്ലേ? ഇവിടെ സെല് ചെയ്തവർക്ക് ഇവിടെ ബൈ ചെയ്യാലോ, അപ്പം അവർക്ക് ലാഭമല്ലേ? അപ്പോൾ അവരുടെ ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ ഫ്രഷ് ആയിട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പാർട്ടിസിപ്പൻസ് ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും. അങ്ങനെയെല്ലാം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു ഓർഡേഴ്സിനെ മുഴുവനും ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിന് അതിൻ്റെ ലക്ഷ്യം. അപ്പം ഈ സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പോയിന്റുകളിലെല്ലാം നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ലിക്വിഡിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ആ ബോട്ടം ലെവൽ ലൈനിലാണ് ലിക്വിഡിറ്റി മാർക്കറ്റ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ലെവൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആ എവിടെയെല്ലാം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ടോ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പോയിന്റ്സ് എല്ലാം മാർക്കറ്റ് പിന്നീട് വരുന്ന സബ്സിക്വന്റ് മൂവ്മെന്റിൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യുന്നത് ആ ഏരിയയിൽ കൂടി മാർക്കറ്റ് പ്രൈസ് മൂവ് ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റിന് പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് പോകും. അതാണ് ഇന്നത്തെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി, ഇത് സെക്കൻഡ് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി, തേർഡ് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി, ഫോർത്ത് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി, ഫിഫ്ത്ത് പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി, സിക്സ്ത്, സെവൻത്, ഇങ്ങനെ പോകണം. അപ്പം ഈ പോയിരിക്കുന്ന ലിക്വിഡിറ്റി പോയിന്റ്സിലെല്ലാം മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേനും എവിടെ വരെയുള്ള ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു, അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാര്യം. സോ ഇവിടെ വരുമ്പോഴത്തേനും ഈ ഒരു ലൈനിൽ അല്ലെ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ പർട്ടിക്കുലർ ലൈൻ വന്നു, ഇവിടെ വരെ മാർക്കറ്റ് വന്നില്ല. സോ ഈ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്ത് കളഞ്ഞു ഇല്ല. സോ ഓൺ ദിസ് പർട്ടിക്കുലർ മൂവ്മെന്റ്, അല്ലെ? ഫസ്റ്റ് ലെഗ്, സെക്കൻഡ് ലെഗ് ആൻഡ് സെക്കൻഡ് ലെഗ് വരെ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ഈ ഒരു പർട്ടിക്കുലർ ലെഗിൽ ഈ പർട്ടിക്കുലർ സ്വിംഗ് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് താഴെ പ്രൈസ് ഇവിടെ ഇതുണ്ടോ, ഈ പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ലിക്വിഡിറ്റി ഇഞ്ചക്ടർ ആയി മാർക്കറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞോടെ. അപ്പോൾ ഇവിടെ ഓൾറെഡി ലിക്വിഡിറ്റി ഈ പർട്ടിക്കുലർ പോയിന്റിലുള്ള ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തു. ഇനി അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? പ്രൈസ് നേരെ യൂട്ടേൺ എടുക്കുന്നു, മുകളിലേക്ക് പോകുന്നു. അപ്പം പ്രൈസ് നേരെ മുകളിലേക്ക് യൂട്ടേൺ എടുത്തതിന് ശേഷം വീണ്ടും പ്രൈസ് താഴേക്ക് വരുമ്പോഴത്തേനും ഈ പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് സംഭവിച്ചു? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഒരു മൂവ്മെന്റിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഈ പർട്ടിക്കുലർ ഈ പോയിന്റിൽ ബിലോയും ആ പോയിന്റിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സർവ്വ ഓർഡേഴ്സും ലിക്വിഡേറ്റ് ആയി ഇറ്റ് ഈസ് ഇൻജക്റ്റഡ് ഇൻ ദ മാർക്കറ്റ്. കിട്ടിയോ? അപ്പം ഇതാണ് മാർക്കറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കംപ്ലീറ്റ് മൂവ്മെന്റിൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ, ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ നോക്കുമ്പോൾ വെൻ ദ പ്രൈസ് ഈസ് ട്രേഡിംഗ് ഹിയർ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വെൻ ദ പ്രൈസ് ഈസ് ട്രേഡിംഗ് ഹിയർ ഇറ്റ് മീൻസ് ഓൾ ദ ഓർഡേഴ്സ്, അല്ലെ, എബോവ് ദിസ് ലൈൻ ഗോട്ട് ഇൻജക്റ്റഡ് കഴിഞ്ഞു. അവിടെയുള്ള സർവ്വ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും നോർമൽ ഓർഡേഴ്സും ഫ്രഷ് ഓർഡേഴ്സും എല്ലാവരും എവിടെയാണോ ലിക്വിഡിറ്റി പോയിന്റ് ഉള്ള ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റഡ്. സോ നമ്മൾ മാർക്കറ്റിൽ പറയുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു തത്വമുണ്ട്, സ്പോട്ട് ലിക്വിഡിറ്റി ഓർ യു ബി ലിക്വിഡിറ്റി. മനസ്സിലായി? നമ്മൾ ലിക്വിഡിറ്റി സ്പോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പഠിക്കുക. നമ്മൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുമല്ല, നമുക്ക് എൻട്രി സെനാരിയോസിൽ ഡിഫറെന്റ് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൾറെഡി 180 വീഡിയോ ഇപ്പോൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം പറയുന്നത് എൻട്രി സെനാരിയോ റിഫൈൻമെന്റിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്ത് പോയി കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും എവിടെയെല്ലാം ലിക്വിഡിറ്റി പോയിന്റ്സ് ഉള്ളത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഇതിന്റെ റിഫൈൻമെന്റിലേക്ക് വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നോക്കുമ്പോൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബിക്കോസ് നമുക്കൊരു പ്രോബബിൾ ഔട്ട്ലുക്ക് കിട്ടും. മാർക്കറ്റിന്റെ ഡയറക്ഷണൽ മൂവ് എങ്ങോട്ടാണെന്നുള്ള ഒരു പ്രോബബിൾ ഔട്ട്ലുക്ക് നമുക്ക് ഫ്രെയിം ചെയ്യാൻ തുടങ്ങും നമ്മൾ മാർക്കറ്റ് കാണുമ്പോൾ തന്നെ. അല്ലെങ്കിൽ ഈ ചാർട്ടിങ് ഫോം ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ റാൻഡം മൂവ്മെന്റ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള സ്ട്രക്ചറിനകത്ത് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനി മുന്നോട്ട് വന്നിരിക്കും. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് വെൻ ദർ ഇസ് എ സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്, എവറി സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ബോട്ടം സൈഡ് ഒരു
ലിക്വിഡിറ്റി പൂൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ പ്രൈസ് ഇസ് ട്രേഡിംഗ് ബിലോ ദാറ്റ് പർട്ടിക്കുലർ ലെവൽ ഓൾ ദ ഓർഡേഴ്സ് ഗോട്ട് എക്സിക്യൂട്ടഡ് അല്ലേ. ഇവിടുത്തെ ഈ പർട്ടിക്കുലർ വന്നിരിക്കുന്ന എല്ലാ ഓർഡേഴ്സും എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള സ്ട്രക്ചർ. ഇത് ഞാനിപ്പോൾ ചാർട്ടിൽ കാണിച്ചു തരാം. ഈ ഒരു സിംഗിൾ വീഡിയോ നമുക്ക് ഒരുമിച്ച് കണ്ടുപോകാം. ചാർട്ടിൽ എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? മുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുക എന്നുള്ളതാണ് മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷണൽ മൂവ്. പക്ഷേ ഈ ഒരു ഡയറക്ഷണൽ മൂവ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും, അതായത് നമുക്ക് ദിസ് ഈസ് ഒറിജിൻ ഓഫ് ദ മൂവ് അല്ലേ. അപ്പോൾ ഈ ഒറിജിൻ ഓഫ് ദ മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒറിജിൻ ഓഫ് ദ മൂവിൽ ദിസ് ഈസ് സപ്ലൈ ആൻഡ് എസ് ആൻഡ് ഏരിയ എന്ന് നമ്മൾ പറയുന്നു അല്ലേ. സപ്ലൈ ആൻഡ് എസ് ആൻഡ് ഏരിയ എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഈ ഒറിജിൻ ഓഫ് ദ മൂവിൽ തന്നെ ഇവിടെ ഡിസൈഡഡ് ആണ് ഐ ഹാവ് ടു റീച്ച് ഹിയർ. ഓക്കെ, എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. മേ ബി 100 പോയിന്റ്സ്, മേ ബി 200 പോയിന്റ്സ്, 300 പോയിന്റ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ എത്തുക എന്നുള്ളതാണ് എന്ന് വിചാരിക്കാം. സോ ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ മാർക്കറ്റിന്റെ പൊതുവായിട്ടുള്ള തത്വം എന്താണെന്ന് അറിയാമോ? അതായത് നമുക്ക് ഇവിടെ എത്തണമെങ്കിൽ ഇവിടെ എൻ്റെ $1 ബില്യൺ ക്യാഷ് പൊസിഷൻ എൻ്റെ ഉണ്ടെന്ന് വിചാരിക്കാം. $1 ബില്യൺ ക്യാഷ് പൊസിഷൻ ഉണ്ട്. അപ്പോൾ $1 ബില്യൺ കംപ്ലീറ്റ് സംഭവങ്ങളും എനിക്ക് ഈ ഒരു മൂവ്മെന്റ് തന്നെ മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് ആ $1 ബില്യൺ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വാട്ട് ഐ വിൽ ബി ഡൂയിങ്, ഞാൻ എൻ്റെ ഫണ്ടിന്റെ പൊസിഷൻ വളരെ വലുതാണ്. നമ്മുടെ സാധാരണ റീറ്റെയിലേഴ്സിന്റെ ക്വാളിറ്റിയിലുള്ള തോട്ട് പ്രോസസ് അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഞാൻ എൻ്റെ ഫണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് $1 ബില്യൺ എൻ്റെ ലിക്വിഡ് ക്യാഷ് ഉണ്ട്. സോ ഐ വാണ്ട് ടു ബൈ ആൻഡ് ടേക്ക് ദ മാർക്കറ്റ് ഹിയർ. ഇവിടെ വരെ കൊണ്ടുവരണം. ദെൻ ഐ വിൽ സ്റ്റാർട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇറ്റ്. ഇവിടെ തൊട്ട് ഞാൻ അത് വേറെ സ്റ്റോറിയാണ്, അത് പിന്നീട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ദെൻ ഐ വിൽ സ്റ്റാർട്ട് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇറ്റ്. ആ $1 ബില്യൺ മേടിച്ചിരിക്കുന്നത് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും സെയിം മെത്തേഡിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് ഐ വാണ്ട് ടു ബൈ, ഇവിടുന്ന് $1 ബില്യൺ എനിക്ക് അക്യുമുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അക്യുമുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ക്രിയേറ്റ് എ സെല്ലിംഗ് പൊസിഷൻ ഇൻടു എ പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഒരു സെല്ലിംഗ് പൊസിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായി? സോ സെല്ലിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ മാർക്കറ്റ് ഈസ് ഇങ്ങനെ വരിക, കമ്മിങ് ഡൗൺ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മാർക്കറ്റ് ഇസ് മേക്കിംഗ് എ ലോവർ ലോ. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഈ ഒരു വരുന്ന പോയിന്റുകളിലെല്ലാം ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ വന്നു, പ്രൈസ് ഇസ് ഗോയിങ് അപ്പ് അല്ലേ, ഷിഫ്റ്റഡ് സ്ട്രക്ചർ. അപ്പം പ്രൈസ് മുകളിലേക്ക് പോകാണ്, നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാണ്. പക്ഷേ എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ മേടിക്കാനുണ്ട്, $1 ബില്യൺ മേടിക്കാനുണ്ട്. സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ ക്രിയേറ്റ് എ സെല്ലിംഗ് പൊസിഷൻ. മനസ്സിലായി? ഐ വിൽ ഇൻജെക്ട് സെല്ലിംഗ് ഓർഡേഴ്സ് ഇൻ ദ സെല്ലിംഗ് സെനാരിയോ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ സെല്ലിംഗ് സെനാരിയോയിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോഴത്തേനും പ്രൈസ് വിൽ നാച്ചുറലി ഫോൾ അല്ലേ. പ്രൈസ് നേരെ താഴെ വരുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? എവരിബഡി സ്റ്റാർട്ട് സെല്ലിംഗ് വിത്ത് മീ. അപ്പം എല്ലാവരും അപ്പം മൈ പർപ്പസ് ഈസ് ടു ബൈ, അതാണ് ഞാൻ നോക്കുന്നത് അല്ലേ. സോ പ്രൈസ് എക്സ്പെക്ടഡ് ലെവലിൽ നിന്നും താഴേക്ക് പ്രൈസ് ഹെഡ് ചെയ്ത് പോകുന്ന കാണുമ്പോഴത്തേനും എല്ലാവരും നോക്കുന്നതാണ് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ബിക്കോസ് നമ്മളെ കൺവീനിയൻ കണ്ടുകൊണ്ടിരിക്കുന്ന റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ സെല്ലിംഗ് ക്രിയേഷൻ. എക്സിസ്റ്റിംഗ് സെല്ലിംഗ് പൊസിഷൻ അകത്തോട്ട് വീണ്ടും സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും വാട്ട് വിൽ ഐ ബി ഡൂയിങ്? ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഐ വിൽ ബി അഗ്രസീവ്ലി ബൈയിങ്. മനസ്സിലായോ? So I will be aggressively buying means ഈ aggressive buying ന്റെ സമയത്ത് what happens, it will shoot up like anything. Aggressively buy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ aggressive buy എന്ന് പറയുന്നത് when there is a selling, അതാണ് നമ്മൾ പറയുന്നത്. When there is a selling, ആ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ you should not participate for selling. You should look for buying opportunity. Buying opportunity in the sense, എവിടെയായിരിക്കണം നമ്മുടെ buying opportunity എന്ന് പറയുന്നത്? When you see that these little swing lows and swing lows, okay, when there is again അവിടെ എവിടെയാണോ ലിക്വിഡിറ്റി പൂൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് താഴെ പ്രൈസ് എപ്പോഴെപ്പോഴും ടാപ്പ് ചെയ്യുന്നു ആ സമയത്തെല്ലാം you will have buying opportunity. This you will be buying and you will be selling. You will be buying selling. മനസ്സിലായി? So swing lows in the bottom prices trade ചെയ്യുമ്പോൾ മാത്രമേ you will have a buying opportunity. Because swing ലോയുടെ ബോട്ടം പ്രൈസ് വരുമ്പോഴത്തേന് naturally there will be some buyers അല്ലേ. ആ ബയേഴ്സ് they will അപ്പം ആ ബയേഴ്സ് എന്ത് ചെയ്യും? ഇതിന് കൂടിയിട്ട് നേരെ പ്രൈസ് മേലേക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യാൻ വേണ്ടി കയറി വരും. മനസ്സിലായി? അപ്പം എക്സിസ്റ്റിംഗ് സെനാരിയോസ് if I want to buy, എനിക്ക് ബൈ ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കും with $1 billion. ഓക്കെ, $1 billion ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ I will create a selling position and you will participate with me for the selling position. Then I will aggressively buy and then I will get it cheap. Pretty. സോ മീൻ ടൈം പ്രൈസ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് സ്വിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ഘടന എന്ന് പറയുന്നത് സ്വിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സ്വിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റഡ് സ്വിംഗ് സ്ട്രക്ചറിന്റെ ബോട്ടം സൈഡ് എന്താണുള്ളത്? ലിക്വിഡിറ്റി പൂൾസ് ഉണ്ട്. ഈ ലിക്വിഡിറ്റി പൂൾസ് മാർക്കറ്റ് നെക്സ്റ്റ് ടൈം അത് റിവേഴ്സിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ലിക്വിഡിറ്റി പൂൾസ് ക്ലിയർ ഔട്ട് ചെയ്യുന്ന മൊമെന്റുകളിലെല്ലാം നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഒറിജിൻ ഓഫ് ദ മൂവ് എവിടെയാണ് നമ്മൾ നോക്കുന്നത്? മനസ്സിലായി? അപ്പോൾ ഈ ഒറിജിൻ ഓഫ് ദ മൂവിൽ എവിടെയാണോ പ്രൈസ് ട്രിഗർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഇത് വരുമ്പോഴത്തേന് ഒറിജിൻ ഓഫ് ദ മൂവ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് അല്ലേ. ഇതാണ് ഒറിജിൻ ഓഫ് ദ മൂവ് എന്ന് പറയുന്നത്. സോ ഈ ഒറിജിൻ ഓഫ് ദ മൂവിൽ പ്രൈസ് വന്ന് രണ്ടാമത്തെ പ്രാവശ്യം പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ലൈക്ക് പ്രീവിയസ് ഏരിയ, 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ. പ്രൈസ് ആക്ഷൻ വിൽ ബി സിവിയർ അല്ലേ. ആ പ്രൈസ് ആക്ഷൻ വിൽ ബി സിവിയർ എന്ന് പറയുമ്പോഴത്തേനും പ്രൈസ് മാനിപ്പുലേഷൻ വിൽ ബി ഹാപ്പനിങ് ഹിയർ അല്ലേ. അപ്പ് ആൻഡ് ഡൗൺ പ്രൈസ് മാനിപ്പുലേഷൻ വിൽ ബി ഹാപ്പനിങ് ഹിയർ. ദെൻ ഇറ്റ് വിൽ ഷൂട്ട് അപ്പ് എന്ന് പറയുന്നതിന്റെ ബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ പ്രൈസ് വരുമ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കും എന്ന് പറയുന്നതിന്റെ കാര്യം? ബിക്കോസ് പ്രൈസ് is standing in an area, എവിടെ? Price is standing in an area where there is no liquidity because all the liquidity has been cleared അല്ലേ. So if the price wants to go lower, okay, then they will be running in a drawdown. മനസ്സിലായോ? അതായത് അവർ നഷ്ടത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഡ്രോഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക്കൽ ടൈം, എന്താ പറയുക, ഫൈനാൻഷ്യൽ ഡ്രോഡൗൺ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കടമൊക്കെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പറയുന്ന ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ, പ്രൈസ് താഴെ പോയി കഴിഞ്ഞാൽ, ഇനീഷ്യൽ മൂവ്മെന്റ് ഓഫ് അഗ്രസീവ് ബൈയിൽ നിന്നും പ്രൈസ് താഴെ പോകുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദേ വിൽ ബി റണ്ണിങ് ഇൻ എ ഡ്രോഡൗൺ. അപ്പോൾ ഈ ഡ്രോഡൗണിന് താഴെ അവർ പോകാൻ സമ്മതിക്കുന്നില്ല. മനസ്സിലായോ? ബിക്കോസ് ഈ ഡ്രോഡൗണിന് താഴെ പ്രൈസ് ഹോൾഡ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രൈസ് ഇവിടെ വന്നിട്ട് നേരെ പിന്നെ തിരിച്ചു പോയി ഇതിന്റെ ടാർഗറ്റ്, അതിന്റെ മുകളിലെ ടാർഗറ്റ് കയറി പോകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. എൻട്രി വേണോ വേണ്ടോ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ എൻട്രി വേണോ വേണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് പല സമയങ്ങളിലും ലിക്വിഡിറ്റി സ്വിംഗ് പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ
മാർക്കറ്റിന്റെ റിവേഴ്സൽ പുൾ ബാക്ക് എന്ന് പറയുന്നത്, അതായത് മാർക്കറ്റിന്റെ റിവേഴ്സൽ പുൾ ബാക്ക് 1 ടൈം 2 ടൈം അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രീവിയസ് വീഡിയോയിൽ. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, ഇതാണ് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് കം ബാക്ക് ടു ദ ഫസ്റ്റ് വീഡിയോ. ഓക്കെ, ഒന്നാമത്തെ വീഡിയോ തൊട്ട് ആദ്യത്തെ നമ്മുടെ ചാനൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ വീഡിയോസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോപ്പുലർ വീഡിയോസ് കിട്ടും, ഓൾഡസ്റ്റ് വീഡിയോസ് കിട്ടും. ഓൾഡസ്റ്റ് തൊട്ട് പാർട്ട് 1 തൊട്ട് നമ്മൾ ഇതിങ്ങനെ കണ്ട് താഴേക്ക് വരിക. ഇഷ്ടം 180 വീഡിയോകളുണ്ട്. ഇതെല്ലാം എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് ഫൗണ്ടേഷൻ ആണ്, ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നതാണ്. അപ്പോൾ ആക്ച്വലി കൺസെപ്റ്റ് കിട്ടിയതിന് ശേഷം ഫൗണ്ടേഷൻ ഒത്തിരിയധികം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാതെ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു സിംഗിൾ സെറ്റപ്പ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ബി എ വിന്നർ ഇൻ ദ മാർക്കറ്റ്. ബിക്കോസ് മാർക്കറ്റിന്റെ ആദ്യമായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ടു ബി എ പ്രൊഫഷണൽ ട്രേഡർ അല്ലേ. അപ്പം ആ പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഗോ വിത്ത് ട്രെൻഡ് എന്ന് പറയുന്നത്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് ആൻഡ് യു ഗോ വിത്ത് ട്രെൻഡ്. അപ്പോൾ ട്രെൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ എന്താണെന്ന് മാർക്കറ്റിന്റെ സ്കീമാറ്റിക് സ്ട്രക്ചറൽ എക്സ്പ്ലനേഷൻ കൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മളെ നയിക്കുന്നത് എന്തിലേക്കാണ്? മാർക്കറ്റിന്റെ ആത്യന്തികമായിട്ടുള്ള ട്രെൻഡ് എന്താണ്? എൻട്രി സെനാരിയോ ഇസ് ഡിഫറെന്റ്. അതുകൊണ്ട് നിങ്ങൾ ആരും കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. വി വിൽ ഹാവ് എൻട്രി ഓൺ ബോത്ത് സൈഡ്സ്. ട്രെൻഡിനൊപ്പമുള്ള എൻട്രി ഉണ്ട്, ട്രെൻഡിന് എഗനിസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ എൻട്രിയും ഉണ്ട്, രണ്ടുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു വിൽ ഡു വൺ തിങ്, വി വിൽ ഡു എവരിതിങ്. റേഞ്ച് ട്രേഡിംഗ്, ട്രെൻഡ് ട്രേഡിംഗ്, സ്കാൽപ്പിംഗ്, എവരിതിങ് വി വിൽ ഡു. ഓക്കെ, അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഈ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് രണ്ട് പ്രാവശ്യം വെച്ച് ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കേട്ട് വന്നു കഴിയുമ്പോഴത്തേനും യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഞാൻ കാണുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റ് കാണാൻ പറ്റും. മനസ്സിലായി? അപ്പം അതാണ് അതിന്റെ കാര്യം. അപ്പം ആ ഒരു ടെക്നോളജി, ആ ഒരു മനസ്സിലാക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് മനസ്സിലാക്കുന്ന ആ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഈ വീഡിയോസ് മുഴുവൻ നമ്മൾ കണ്ട് മുകളിലേക്ക് വരുമ്പോഴത്തേനും ആ ഒരു പ്രോസസ് ഓഫ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഹണി അല്ലേ, ഇറ്റ് ഇസ് ഓൺലി ഫോർ ദ ഹണി. നമുക്ക് തേൻ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും, ആ ഹണി ബീക്ക് മാത്രമേ അത് പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എത്രമാത്രം ഇതിനകത്ത് കഷ്ടപ്പെട്ട് മനസ്സിലാക്കി എടുക്കുന്നു, സിമ്പിൾ ആണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ നോളജ് കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ട്രേഡിംഗ് വിൽ ബി മോർ ആൻഡ് നമ്മളൊരു ഹാപ്പി ഇൻഡിവിജ്വൽ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളുടെ എൻട്രി സെനാരിയോയിൽ നമ്മളിങ്ങനെ എൻട്രിക്ക് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള എൻട്രി എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ പർട്ടിക്കുലർ പോയിന്റിലെല്ലാം സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് വെൻ ദാറ്റ് സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആർ ബീങ് ലിക്വിഡേറ്റഡ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സ്വിംഗിന്റെ ബോട്ടം സൈഡ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ദാറ്റ് മീൻസ് അവിടുത്തെ കംപ്ലീറ്റ് ലിക്വിഡിറ്റി, ഈ ഒരു കംപ്ലീറ്റ് മൂവ്മെന്റിൽ പിന്നെ അവിടെ ഒന്നുമില്ല. അതാണ് അതിന്റെ കാര്യം. പിന്നെ അവിടെ ഓർഡേഴ്സ് ഒന്നുമില്ല. ഓൾ ദ ഓർഡേഴ്സ് അവിടെ ഉണ്ടാകുന്ന ഓർഡേഴ്സ് മുഴുവൻ അവിടെ പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ കളക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എല്ലാവരും അതിനകത്ത് ഇഞ്ചക്റ്റഡ് ആണ്. ഇനി പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ എന്താണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രൈസ് ഹോൾഡ് ചെയ്യുകയോ നമുക്ക് മേക്ക് ഷുവർ ചെയ്യണ്ടേ. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മളുടെ എൻട്രി സെനാരിയോസ്, അതായത് ഇവിടെ പ്രൈസസ് ഒരു ഹൈ പോകുന്നു അല്ലേ, നമ്മുടെ എൻട്രി സെനാരിയോ പ്രകാരം വേറെ ഒരു സ്കീമാറ്റിക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ എളുപ്പമുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ സ്കീമാറ്റിക്. 1 പ്രൈസ് ഗോയിങ് അപ്പ്, പുള്ളിംഗ് ബാക്ക്, എഗെയിൻ ഗോയിങ് അപ്പ്, സെക്കൻഡ് ടൈം ഇത് ഫസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി മുകളിലേക്ക് പോകുന്നു, പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, എഗെയിൻ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ് അല്ലേ, തേർഡ് ടൈം ദെൻ പ്രൈസ് വിൽ കം ബാക്ക് അല്ലേ, 1 ടൈം പുൾ ബാക്ക്, 2 ടൈം പുൾ ബാക്ക്, maybe 3 time pull back because of the severity of ഇത് ഈ swing points establish ചെയ്തിരിക്കുന്ന ഇവിടുത്തെ severity ആണ്. maybe it will come and take this. okay, now it will come back maybe 1 time 2 time 3 time. it is coming and trading now here. okay, now bottom of this range. അപ്പോൾ ഈ bottom of the range ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം പ്രൈസ് താഴോട്ട് വരുന്നില്ല, ഡംപ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം. സോ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് മുകളിലേക്ക് പോകുക എന്നുള്ളതാണ് അല്ലേ. ദിസ് ഈസ് സ്കീമാറ്റിക്. ഇതാണ് നമ്മുടെ സ്കീമാറ്റിക് എന്ന് പറയുന്നത്. ഐഡിയൽ സ്കീമാറ്റിക് ഫോർ എ ബൈയിങ് സെനാരിയോ എന്ന് പറയുന്നതാണ്. ബിക്കോസ് പ്രൈസ് ഇസ് ഷോയിങ് യു എ മൊമെന്റം ഓഫ് ഗോയിങ് അപ്പ്. അപ്പോൾ ആ മൊമെന്റം ഓഫ് ഗോയിങ് അപ്പ് വിത്ത് എന്താ പറയുക, വിത്ത് ക്ലിയർ ലിക്വിഡേഷൻ. ഇവിടെ വരുമ്പോഴത്തേക്കും വിത്ത് ക്ലിയർ ലിക്വിഡേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റുകളിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ, ബിക്കോസ് നമുക്ക് പ്രിസിഷൻ എൻട്രി ആണ് വേണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ്. ഇവിടെ ഇതൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നെയുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ഏരിയയിൽ ഇവിടെ നമുക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ താഴെ. ബിക്കോസ് ഇവിടെ എല്ലാം സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ എല്ലാം ലിക്വിഡിറ്റി പൂളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി. പക്ഷേ നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ബിക്കോസ് യു നീഡ് ടു പാർട്ടിസിപ്പേറ്റ് ഓൺ ദ ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രി. അതിനുശേഷം നമുക്ക് നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് യു ക്യാൻ ബി വിത്ത് മാർക്കറ്റ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഒരു ലേണിംഗ് ഫേസിന്റെ അതിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മാർക്കറ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മാർക്കറ്റിന്റെ സ്വിംഗ് പോയിന്റ്സ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാർക്കറ്റിന്റെ സ്വിംഗ് പോയിന്റ്സിന് ബിലോ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഏരിയയിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് എന്താണ്, മാർക്കറ്റ് ആ ഒരു സ്ട്രക്ചറിൽ ഹൗ മെനി ടൈംസ് ഇറ്റ് പുൾ ബാക്ക്, ബിക്കോസ് പ്രൈസ് മൂവ്സ് ഇൻ ടൂസ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറിൽ പ്രൈസ് 2 പ്രാവശ്യം പുൾ ബാക്ക് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ ആ ഒരു പുൾ ബാക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ലിക്വിഡേറ്റ് ഓൾ ദീസ് പോയിന്റ്സ്. പിടിക്കുക. അപ്പോൾ ഇതാണ് ഈ പോയിന്റ്സിനെ ലിക്വിഡേറ്റ് ചെയ്യാനാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഓർ യു ആർ ഫ്രെയിമിംഗ് എ വ്യൂ ദാറ്റ് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് എ യു ടേൺ. മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇത് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇവിടെ എൻട്രി എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ ദിസ് വാസ് ഒറിജിനൽ മൂവ് അതവിടെ നിന്ന്. അപ്പോൾ ദിസ് ഈസ് ഒറിജിനൽ മൂവിന് ശേഷം വിത്ത് പ്രീവിയസ് ഏരിയയിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ മൂവിന്റെ ഫസ്റ്റ് ലെഗ് ആണിത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ലെഗിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക് അല്ലേ. പ്രൈസ് ഇവിടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് പ്രൈസ് വന്നു അല്ലേ, ഇവിടെ പ്രൈസ് വന്നു. ഇനി ക്ലിയർ ആയിട്ട് കാണണം, ശ്രദ്ധിച്ചിരിക്കുക എന്താണ് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ ലിക്വിഡേറ്റ് ചെയ്തോ ഇല്ലയോ, സോറി ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വയ്ക്കാം. ഇവിടെ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തോ ഇല്ലയോ, ഈ റെഡ് ലൈൻ്റെ ബോട്ടം പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തോ ഇല്ലയോ, ലിക്വിഡേറ്റ് ചെയ്തു. ഇനി ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ, അപ്പോൾ ഇനി ലിക്വിഡിറ്റി ഇല്ല അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രൈസിന്റെ മൂവ്മെന്റിൽ ഇവിടെ പ്രൈസ് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ നമ്മൾ മറന്നു എന്താണ് പറയുന്നത്, ഞാൻ ഇവിടെ അഗ്രസീവ് ബൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ $1 billion പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പർച്ചേസ് നടത്തിയിട്ട് എൻ്റെ ലക്ഷ്യം ഇവിടെ എത്തുക എന്നുള്ളതാണ്. മീൻ ടൈം ഈ ഒരു മൂവ്മെന്റുകളിലെല്ലാം ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ താഴോട്ട് വരുന്ന വരവിനെല്ലാം ഞാൻ ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴും ഐ എം സ്റ്റിൽ ബൈങ്. മനസ്സിലായോ? അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒറിജിനൽ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ദേ ആർ റണ്ണിങ് ഡോ ഡൗൺ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രൈസ് ഇവിടെ നിന്ന് താഴെ പോകത്തില്ല എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് ആർ ഗെറ്റിംഗ് ട്രാപ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെന്റ് നമ്മുടെ കണ്ണുനി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ യു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ. അതർവൈസ് യു ആർ എ ഗാംബ്ലർ and we will not be a gambler because why, because ഇതുകൊണ്ടാണ് നമ്മൾ because you are a professional trading secrets YouTube channel.
കമാൻഡോ എന്ന് പറയാം. ഓക്കെ, നൗ ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണോ? സ്പീഡിൽ പഠിക്കണമെങ്കിൽ സ്പീഡിൽ കേട്ടോണ്ടാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും സുഖം. അപ്പോൾ പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, പുള്ളിംഗ് ബാക്ക്, ലിക്വിഡിറ്റി ഇസ് ക്ലിയർഡ്, റൈറ്റ്? നൗ ഇനി ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്ന മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ നീഡ് ടു സീ എ മൊമെന്റം ദാറ്റ് ഈ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തപ്പോൾ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്. അപ്പോൾ അങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ പ്രൈസ് മൊമെന്റം ഷോ ചെയ്തു ആണല്ലോ. പ്രൈസ് മൊമെന്റം ഷോ ചെയ്യുമ്പോഴത്തേനും പ്രൈസ് ആക്ച്വലി നമ്മളോട് പറയുന്നു പ്രൈസ് മുകളിലേക്ക് ഹെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി സംഭവിക്കണം? ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ബോട്ടത്തിൽ പ്രൈസ് വന്ന് ഇവിടെ വന്ന് ആക്ച്വലി ഇതെടുക്കണം, ട്രേഡ് ചെയ്യുമ്പോഴത്തേനും യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ എൻട്രി. അപ്പം ഇവിടുത്തെ ഈ ഒരു പർട്ടിക്കുലർ ഈ എൻട്രി ക്യാൻഡിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ബിക്കോസ് ദിസ് വാസ് ഒറിജിനൽ മൂവിന്റെ പിന്നീടുള്ള സബ്സിക്വന്റ് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മൂവ്മെന്റിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആ വിത്തിൻ ദ പ്രീവിയസ് ഏരിയക്കകത്തും പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പ്രൈസ് അതിന് താഴത്തെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മൊമെന്റത്തിൽ പ്രൈസ് മേളിലേക്ക് പോകുമ്പോഴത്തേനും ബിക്കോസ് വാട്ട് ഈസ് ഹാപ്പനിങ്? പ്രൈസ് മാനിപുലേഷൻ $1 billion ഗൈ മറന്നു വരുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അഗ്രസീവ് ബൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾ ദിസ് മൂവ്സ് ആർ അഗ്രസീവ് ബൈങ്. മനസ്സിലായി? ഇവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ലോവർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോഴത്തേനും യു വിൽ പാർട്ടിസിപ്പേറ്റ് ഫോർ സെല്ലിംഗ്. ഓക്കെ, ദെൻ ഐ വിൽ നിങ്ങളുടെ സെൽ ഓർഡേഴ്സ് ഐ എം കൺവേർട്ടിംഗ് ഇൻടു മൈ ബൈ ഓർഡേഴ്സ് ആൻഡ് മൈ പർപ്പസ് ഈസ് ടു റീച്ച് ഹിയർ. Then price is showing a momentum. ഈ മൊമെന്റത്തിനകത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നത് when the price is coming back again to pull back or it is a type of price manipulation and original ലെക്കിൽ എവിടെയാണോ പ്രൈസ് വരുന്നത് ആ സമയത്ത് you will be getting into the entry, then it will fly. മനസ്സിലായി? Then what is your target? Your target is this. First ആദ്യത്തെ ടാർഗറ്റ് ഇതിന്റെ മുകളിൽ, രണ്ടാമത്തെ ടാർഗറ്റ് ഇതിന്റെ മുകളിൽ, മൂന്നാമത്തെ ടാർഗറ്റ് ഇതിന്റെ മുകളിൽ, നാലാമത്തെ ടാർഗറ്റ് ഇതിന്റെ മുകളിൽ. അൾട്ടിമേറ്റ്ലി ഇഫ് ഞാൻ ഇങ്ങനത്തെ ഒരു സെനാരിയോ കാണുകയാണെങ്കിൽ I will wait for this target. This is my best target. മനസ്സിലായി? ബിക്കോസ് പർപ്പസ് അതാണ്, മാർക്കറ്റിന്റെ പർപ്പസ് അതാണ്. സോ ഇൻ ബിറ്റ്വീൻ യു വിൽ സീ ലോട്ട് ഓഫ് ബൈങ് സെല്ലിംഗ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ വരുമ്പോഴത്തേനും പ്രൈസ് നമുക്ക് ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ വരുന്നു. ബിക്കോസ് ഇതിൽ ഈ പോയിന്റ് ക്രോസ് ചെയ്യുന്നോടം വരെയും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ നടന്നിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ കാണുന്ന ഈ റെഡ് ക്യാൻഡിൽ നമ്മൾ മനസ്സിൽ എത്തിക്കണം വേണ്ട. അവിടെ റെഡ് ക്യാൻഡിൽ കാണിക്കുമ്പോൾ ലെറ്റ് ഇറ്റ് ഡു വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നമ്മൾ ഇത് കണ്ടിട്ടുള്ള നമ്മൾ ഇരിക്കും മാർക്കറ്റിൽ. ദാറ്റ്സ് എ മെട്രോളജി. അതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് അറിയത്തില്ലെങ്കിൽ വിൽ ബി ഇമോഷണലി സ്റ്റക്ക് അല്ലേ? മാർക്കറ്റിന്റെ മൂവ്മെന്റ് അറിയില്ല അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നരേറ്റീവ് ദാറ്റ് യു ആർ ട്രേഡിംഗ്? ഡു യു ഹാവ് എ നരേറ്റീവ് ദാറ്റ് എന്ത് നരേറ്റീവിന്റെ ബേസിസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു പറയുന്ന മെട്രോളജിയിൽ മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിന്റെ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻസിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നൗ ലെറ്റ് us കം ബാക്ക് ടു ദ ചാർട്ട്. ചാർട്ടിൽ നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. സോ പ്രൈസ് ഇവിടെ നിന്ന് എങ്ങോട്ട് വരുന്നു? കൺസിസ്റ്റന്റ് റാലി നടത്തുന്നു അല്ലേ? പ്രൈസ് മുകളിൽ വരുന്നു, താഴെ വരുന്നു, മുകളിൽ വരുന്നു, താഴെ വരുന്നു, പിന്നെ താഴെ വരുന്നു, മുകളിൽ വരുന്നു, താഴെ വരുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഇതൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഏരിയ നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുമ്പോൾ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഹിയർ ഓൾസോ സം അതർ ഏരിയ ഓൾസോ. ആ ഏരിയ എവിടെയാണെന്നുള്ളതാണ് നമ്മൾ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പ്രകാരം നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസിന്റെ കാൻഡിൽസ്റ്റിക്സ് മൂവ്മെന്റിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കുക. സോ ലൈൻ ചാർട്ട്, വാട്ട് ഇസ് ദിസ് ലൈൻ ചാർട്ട് ടോക്കിംഗ് അബൌട്ട്? ഇതെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നൗ സീ ഇവിടെ ഒരു പ്രൈസ് കൺസിസ്റ്റന്റ്ലി കമ്മിങ് ഡൗൺ. അപ്പോൾ അതിന്റെ ലോ എടുത്തു, ലിക്വിഡിറ്റി ഈസ് ടേക്കൻ, പ്രൈസ് ഗോയിങ് അപ്പ് അഗൈൻ. ഈ ലിക്വിഡിറ്റി ഈസ് ടേക്കൻ. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഒരു ബോട്ടം വന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ദെൻ അഗൈൻ ഇറ്റ് ക്രിയേറ്റഡ് ലിക്വിഡിറ്റി, അഗൈൻ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഈക്വൽ ലോ വന്നു. അപ്പോൾ ആ ലോ ഈക്വൽ ലോസ് ആർ ഇറ്റ് വിൽ റൺസ് ലോ അല്ലേ? ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോസ്. നമ്മൾ സോങ് പറഞ്ഞ പ്രീവിയസ് ലെസൺസിലുള്ള ഞാൻ പറയുന്നില്ല, സീക്രട്ട് ആയിരിക്കട്ടെ. അപ്പം മടി പിടിച്ചിരിക്കുന്ന ആ വീഡിയോ പോയി നോക്കി വരിക. മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 1 to 14 15 ആയത്. ഓക്കെ, അത് മുഴുവൻ കണ്ടുവരിക. അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ്. നൗ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ഒരു പർട്ടിക്കുലർ ലൈനിലേക്ക് വന്നിട്ട് അതിന്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് മൂവ്മെന്റിൽ ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ് ലിക്വിഡിറ്റി ഈ ഒരു മൂവ്മെന്റിൽ കഴിഞ്ഞില്ലയോ? ഇവിടെ ഇങ്ങനെ ഇവിടെ വരെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? ഇവിടെ ഇതിന്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൾ ലിക്വിഡിറ്റി ഈസ് ബീങ് ക്ലിയർഡ് ഓർ നോട്ട് ക്ലിയർഡ്. നൗ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇതാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത്. ലാസ്റ്റ് ലോയും ഈവൻ ദാറ്റ് ഈസ് ബീങ് ടേക്കൺ. കണ്ടോ? അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലെഗിലെ പോലും പ്രൈസ് മാനിപുലേഷൻ പ്രകാരം അവിടുത്തെ പർട്ടിക്കുലർ ലിക്വിഡിറ്റി ഈസ് ബീങ് ക്ലിയർഡ് ഓർ നോട്ട് നമ്മുടെ കമ്പനി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ക്ലിയർഡ് അല്ലേ? ബിക്കോസ് ഈ പർട്ടിക്കുലർ ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തില്ലേ? ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ ലെഗിന് താഴെ ഇതാണ് അതിന്റെ ബോട്ടം. കണ്ടോ? അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തില്ലേ? അപ്പോൾ ദാറ്റ് ലിക്വിഡിറ്റി ഈസ് ടേക്കൺ. ലൈൻ ചാർട്ടിൽ കൃത്യമായിട്ട് കാണാലോ. സോ ലെറ്റ്സ് കം ബാക്ക് ടു കാൻഡിൽസ്റ്റിക്. ലിക്വിഡിറ്റി ഈസ് ടേക്കൺ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഐസിൽ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാൻഡിൽസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ കാൻഡിൽസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറേ നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു കാൻഡിൽസ്റ്റിക്സിന്റെ പൊസിഷണൽ പ്ലേസിംഗ് കാണുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ അത് മനസ്സിലാകാത്തപ്പം നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ ഈസി അല്ല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ലോ എടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ കംപ്ലീറ്റ് മിറ്റിഗേഷൻ ഈസ് ഓവർ. പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. ഇനി പ്രൈസ് അങ്ങോട്ട് പോയി, പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. ദെൻ പ്രൈസ് ഈസ് എന്ത് പറ്റി? പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, എഗെയിൻ ഗോയിങ് അപ്പ്. പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, എഗെയിൻ ഗോയിങ് അപ്പ്. പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, എഗെയിൻ ഗോയിങ് അപ്പ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ഈസ് എഗെയിൻ ഗോയിങ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറൽ ബേസിസ് പ്രകാരം എന്താണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ വന്നു ലിക്വിഡിറ്റി, then created a low, this cleared a liquidity അല്ലേ? ഇവിടെ cleared a liquidity, then price is going up, then price is coming down, again price is going up അല്ലേ? അപ്പോൾ ഇവിടുത്തെ ലെഗിലാണെങ്കിൽ പോലും ഒരു മിനിറ്റ് ഇവിടെ ആണെങ്കിൽ പോലും സോ നമുക്കിവിടെ ബേസ് സ്ട്രക്ചറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് വന്നു പ്രൈസ് മിറ്റിഗേഷൻ, പ്രൈസ് മിറ്റിഗേഷൻ, പ്രൈസ് മിറ്റിഗേഷൻ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദെൻ പ്രൈസ് ഈസ് അപ്പം എത്ര ടൈം വന്നു? 1 ടൈം, 2 ടൈം, 3 ടൈം വന്നു. ലെറ്റ് ഇറ്റ് ബി. ഇത് മൈനസ് സ്ട്രക്ചർ 5 സെക്കൻഡ്സിൻ്റെ ചാർട്ടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക് 1 ടൈം, 2 ടൈം, 3 ടൈം, 4 ടൈം, ഇവിടം വരെ എത്തി. ഇവിടുത്തെ സ്വിംഗ് പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക്. ഇതാണ് ഇനീഷ്യൽ മൂവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സോ ഇതെല്ലാമാണ് നമ്മളുടെ സ്വിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഈ സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ്സ് അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ഇതിനെല്ലാം ബോട്ടം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ട്രക്ചർ അങ്ങോട്ട് കളയാം.
ഇവിടെ ഈ സ്ട്രക്ചർ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് ചാർട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് മാറ്റിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്, ഇവിടുത്തെ ഈ പർട്ടിക്കുലർ ഏരിയയിൽ, അതായത് പ്രൈസിൻ്റെ ഒറിജിൻ ഓഫ് ദ മൂവ് തൊട്ട് ഇവിടം വരെ ഉള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു അഗ്രസീവ് ബൈയിങ് ആണെന്ന് നമുക്ക് ഈ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മൂവ്മെൻറ്റ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ. ഇതൊരു അഗ്രസീവ് മൂവ്മെൻറ്റ് ആണെന്ന്. ഇതും ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് അല്ലേ ഇവിടെ തൊട്ട് ഇവിടം വരെ. അപ്പം ഈ അഗ്രസീവ് മൂവ്മെൻറ്റിൽ ചിലപ്പം വോളിയം ഇംബാലൻസസ് വരാം. അപ്പം അതിൻ്റെ അർത്ഥം അവിടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ഗ്യാദർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ നോക്കിയേ, ഈ അഗ്രസീവ് മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും അഗ്രസീവ് മൂവ്മെൻറ്റ് വന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? ഇത്രയും പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഇതുണ്ട്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതിൻ്റെ മുകളിൽ അടുത്ത ബുള്ളിഷ് ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ ബുള്ളിഷ് ക്യാൻഡിൽ കയറി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാം പ്രോപ്പറായിട്ട് ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് നടക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഈ മൂവ്മെൻറ്റിൽ നടക്കുന്നുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ക്യാൻഡിൽ സ്റ്റിക്ക്, അതായത് അവിടെ നിന്ന് ട്രേഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ പറയത്തില്ല കുറേ നേരം ഒരു പർട്ടിക്കുലർ പ്രൈസിൽ തന്നെ നിന്ന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ലെന്നുള്ളൂ. വേറെ ഇവിടെ ക്വാണ്ടിറ്റി ആ ഒരു പർട്ടിക്കുലർ ലെങ്ത് ഫുൾ സ്വിങ്ങിൽ, ആ ഒരു ഫുൾ ലെങ്ത്തിൽ പോലും പ്രൈസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടാണ് പോകുന്നത്. ഓരോ പിപ്പ് ബൈ പിപ്പ് കയറി മുഴുവൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം അതിൽ ഒരു ഗ്യാപ്പ് ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും പ്രൈസ് പ്രോപ്പർലി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ എന്താ പറയുക, അഗ്രസീവ് ബൈയിങ് അവിടെ നടന്നിട്ടുമുണ്ട് അല്ലേ. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും ഈ ഒരു ക്യാൻഡിലിൻ്റെ മൈനസ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് 3 ക്യാൻഡിൽ പുൾ ബാക്ക്. എന്തുകൊണ്ടാണ്? ഒരു ക്യാൻഡിലിൻ്റെ അടിയിൽ, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ അടിയിൽ, തേർഡ് ക്യാൻഡിലിൻ്റെ അടിയിൽ 3 ക്യാൻഡിലിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ പുൾ ബാക്ക് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് പുൾ ബാക്ക് കാണാൻ പറ്റും. അപ്പം ഇത് പുൾ ബാക്ക് ആണോ? ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ പുൾ ബാക്ക് ആണോ? അല്ല. ബട്ട് ഇതൊരു സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അല്ലേ. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത് പുൾ ബാക്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഇൻ ബിറ്റ്വീൻ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നു. അതിനുശേഷം ഒരു ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ല. കറക്റ്റായിട്ട് പുൾ ബാക്ക് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്, അതിൽ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് മനസ്സിലാക്കാം. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴത്തേനും പ്രൈസ് ആക്ച്വലി ഇവഞ്ച്വലി നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം എന്താണ് പ്രൈസ് വരേണ്ടത്? പ്രൈസ് ഇവിടെ വന്ന് താഴെ വന്ന് ഇവിടെ വന്ന് ഈ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുക അല്ലേ, ഇവിടെ സ്വീപ്പ് ചെയ്യുക. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് ഇവിടെ നിന്ന് പിന്നെ നേരെ തിരിച്ച് മുകളിലേക്ക് പോവുക. ഇതാണ് പുൾ ബാക്കിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റും ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ലെഗിൽ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റും എന്താണ്? മാർക്കറ്റിൻ്റെ റിവേഴ്സിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രൈസ് ഇതിന് താഴെ വരാൻ വേണ്ടിയിട്ട് ഇവിടെ പുൾ ബാക്കിലോട്ട് വരുന്നു. അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു. പക്ഷേ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാനുള്ള കോൺഫിഡൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പർട്ടിക്കുലർ സ്വിങ് വരെയും അവിടെ എന്താ പറയുന്നത്, ഇതുണ്ടോ, ഈ ഒരു സ്വിംഗ് പോയിന്റ് ഉണ്ടോ, അതിൻ്റെ ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതിൻ്റെ ഇതാണ്. പക്ഷേ നമ്മുടെ ഐഡിയൽ സെനാരിയോ എന്ന് പറയുന്നത് പ്രൈസ് ഹാസ് ടു കം ഡൗൺ, മിറ്റിഗേറ്റ് ദിസ് പുൾ ബാക്ക്, ദെൻ ഗോ അപ്പ്. അതൊരു എക്സാക്ട്ലി പിൻ പോയിന്റ് എൻട്രി ആണ് നമ്മളെ സംബന്ധിച്ച് അതെന്ന് പറയുന്നത്. എങ്കിൽ പോലും നമ്മളിവിടെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, ഇങ്ങനത്തെ ഏരിയ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തതിന് ശേഷം പ്രൈസ് ഹാസ് ടു ഷോ മൊമെൻറ്റം, ദെൻ വി വിൽ ഗെറ്റ് ഇൻ ദ എൻട്രി എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം പ്രൈസ് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഫ്രഷ് ആയിട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതും ഒരു സ്വിംഗ് സ്ട്രക്ചർ ആയിട്ട് വന്നല്ലോ. അതിൻ്റെയും ഈ ഒരു പർട്ടിക്കുലർ സ്വിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ 2 എണ്ണം ഇത് മാത്രമേ ഉള്ളൂ ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വോളിയത്തിൻ്റെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇൻക്രീസ്ഡ് വോളിയം, അതിനുശേഷം ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് വോളിയത്തിനകത്ത് നമ്മൾ നോക്കുമ്പം ഡിക്രീസിങ് വോളിയമാണ്. പക്ഷേ നോ പ്രോബ്ലം, ഈവൻ ദെൻ ആ ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം സ്വീപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൽ അല്ലേ. ഫസ്റ്റ് ക്യാൻഡിൽ ഇത്, അതിനുശേഷം ഇൻക്രീസ്ഡ് വോളിയം വന്നിരിക്കുന്ന പർട്ടിക്കുലർ ഫ്രാക്ടൽ ഡെലിവറിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കണം. അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബൈയിങ് സെനാരിയോയിലേക്ക് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോലും എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബൈ എടുക്കുക എന്നുള്ളതല്ല, ബിക്കോസ് എൻട്രി സെനാരിയോ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണിത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ബാക്ക് ചെയ്യുക, ഇത് നമ്മൾ അങ്ങ് ഓഫ് ചെയ്യുന്നു. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ വോളിയം കാണിച്ചത് മാർക്കറ്റ് സ്ട്രക്ചറുമായിട്ട് വോളിയത്തിന് യാതൊരു ബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഘടന എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എൻട്രി എടുക്കുക എന്നുള്ളതാണല്ലോ. ഇവിടെ എൻട്രി, ഏത് ക്യാൻഡിൽ എൻട്രി, എവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടും, ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള വഴി. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു സ്വിംഗ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പ്രൈസിനെ നമ്മളെ സംബന്ധിച്ച് ഇൻ കേസ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലേക്ക് പ്രൈസ് വരുമ്പോൾ ഇങ്ങനെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് പറ്റാനിരിക്കുക. അപ്പോൾ പ്രൈസ് ഇങ്ങനെ ഇവിടെ നേരെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ പ്രൈസ് മൂവ്മെൻറ്റ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. പ്രൈസ് സ്ലോലി ഇവിടുത്തെ ലിക്വിഡേഷൻ എല്ലാം, ഈ ലിക്വിഡിറ്റി പോയിന്റ്സ് എല്ലാം കഴിഞ്ഞ് നേരെ പ്രൈസ് ഈസ് അപ്രോച്ചിങ് അവർ ഏരിയ. സോ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മളെന്താണ്, ഇവിടെ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി, ബിക്കോസ് ഈ ഏരിയ പുൾ ബാക്ക് ആണ് എന്ന് വെച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ വോളിയം അവിടെ ട്രിഗർ ചെയ്ത് എന്നുകൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എൻട്രി എടുക്കാൻ പാടില്ല. നമ്മൾ എൻട്രി എടുക്കുന്നത് എന്താണ്, സ്വിംഗ് പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ബോട്ടം സൈഡിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഈസ് ബീങ് ക്ലിയർഡ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദെൻ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പ്രൈസ് ആണെങ്കിൽ
ഇങ്ങോട്ട് പോകാനുള്ള പ്രൈസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ഷോ എ മൊമെൻറ്റം, റൈറ്റ്? ഇവിടെ അപ്പോൾ ഒരു മൊമെൻറ്റം കാണിച്ചു. മൊമെൻറ്റം കാണിച്ചതിന് ശേഷം പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആക്ടിവിറ്റി വാച്ച് ചെയ്ത് നോക്കുവാണ്. അപ്പം ഈ ആക്ടിവിറ്റി വാച്ച് ചെയ്ത് നോക്കുമ്പം പ്രൈസ് താഴേക്ക് വീണ്ടും മിറ്റിഗേഷന് വേണ്ടിയിട്ട് വരുന്നു. മിറ്റിഗേഷന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേനും ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോയിന്റിലെ ആ പോയിന്റ് എന്ന് പറയുന്നത് സ്വിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ആ പോയിന്റിൽ അതാണ് നമ്മളുടെ സപ്പോർട്ട് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ വന്ന് പ്രൈസ് ടച്ച് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് വിൽ ഹാവ് ടു ഗോ അപ്പ് ലൈക്ക് ദിസ്. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യും പ്രൈസ് ഇനി ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്തതിന് ശേഷം പ്രൈസ് മൊമെൻറ്റം കാണിച്ചതിന് ശേഷം പ്രൈസ് വീണ്ടും ഇങ്ങോട്ട് ഡംപ് ചെയ്യുക ഇല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത്? അപ്പോൾ ഉറപ്പ് വരുത്തണമെങ്കിൽ ഇവിടുത്തെ ഈ മൊമെൻറ്റമാണ് അതിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അഗ്രസീവ് ബൈ. അപ്പോൾ ആ സെയിം അഗ്രസീവ് ബൈ ഇവിടെയും കാണണം. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇവിടെ ബൈങ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ അഗ്രസീവ് ബൈയിൽ എങ്ങനെയാണോ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണോ ഞാൻ $1 billion വെച്ചിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സിമിലർലി ഐ വിൽ ഡു ദ സെയിം തിങ് ഹിയർ. ബിക്കോസ് വൺസ് ദ പ്രൈസ് ഈസ് ഗോയിങ് ഡൗൺ ഹിയർ, അല്ലെ, ഇങ്ങനെ പ്രൈസ് താഴോട്ട് പോകുമ്പം ഐ വിൽ ബി റണ്ണിങ് ഇൻ എ ഡ്രോ ഡൗൺ വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു ഡു. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐഡിയൽ സെനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഈ ഐഡിയൽ സെനാരിയോ പ്രകാരം ഇവിടെ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ. അപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്കറിയാം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പുൾ ബാക്ക് കൺസെപ്റ്റിൽ മൊമെൻറ്റം സ്ട്രാറ്റജി, പ്രൈസ് വിൽ ട്രിഗർ ബാക്ക്, അല്ലേ, തിരിച്ചങ്ങോട്ട് പോകും. ഇനി രണ്ടാമത്തെ കാര്യം, വെൻ ദ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് പുള്ളിംഗ് ബാക്ക് 1 time 2 time 3 time, പ്രൈസ് വിൽ നോട്ട് പുൾ ബാക്ക് 10 times 6 times 7 times, അങ്ങനെ ഒരു പുൾ ബാക്ക് ഇല്ല. മനസ്സിലായോ? അപ്പോൾ പ്രൈസ് ഈസ് ഓൾവേസ് പുള്ളിംഗ് ബാക്ക് ഇൻ ടൂസ് എന്നാണ് പറയുന്നത് TWS. ബട്ട് ടൂസ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ 3 ആവും, 4 time ആവും, 5 times ആവും, അങ്ങനെയൊക്കെ വരും. പക്ഷേ എന്ന് വെച്ചാൽ എപ്പോഴും പ്രൈസ് പുൾ ബാക്ക് ചെയ്യുന്നത് 10 പ്രാവശ്യം വരും, 20 പ്രാവശ്യം വരും എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണത്. അപ്പോൾ ആ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പാടില്ല. സോ വെൻ ദ പ്രൈസ് ഈസ് പുള്ളിംഗ് ബാക്ക് 1 time 2 time 3 time ആൻഡ് ഇറ്റ് ഈസ് 4 time, അല്ലേ, 4 time ക്ലിയർ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേക്ക് ഷുവർ ദാറ്റ് അതിന് പ്രീവിയസ്ലി ഉണ്ടായിരിക്കുന്ന സ്വിംഗ് പോയിന്റ്സ് എല്ലാം ക്ലിയർ ഔട്ട് ആയോ ഇല്ലയോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്തു. ബട്ട് വെയറാസ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ സ്വിംഗ് സ്ട്രക്ചർ നിയർ ദ PB ഏരിയ, അല്ലേ, നമ്മളുടെ PB ഏരിയയുടെ നിയറിൽ അവിടെ വന്ന് പുൾ ബാക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തെങ്കിൽ യു ഹാവ് ടു വെയിറ്റ്. വൈ യു ഹാവ് ടു വെയിറ്റ്? ബിക്കോസ് നമുക്ക് ഇവിടെ മൊമെൻറ്റം കണ്ടു. എവിടെ മൊമെൻറ്റം കണ്ടു? ഇവിടെ മൊമെൻറ്റം കണ്ടു. സ്വിംഗ് സ്ട്രക്ചറിന് പ്രകാരം പ്രൈസ് താഴേക്ക് വരുമ്പോഴത്തേനും ഇവിടെ മൊമെൻറ്റം കണ്ടു. സോ ഇവിടുത്തെ മൊമെൻറ്റത്തിൻ്റെ ഏരിയ വന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ ഈ പ്രൈസ് ഒരു കൺസിസ്റ്റൻറ്റ് ജേർണിയിൽ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് വന്നിരിക്കുക. ഇതിന് മുകളിലോട്ട് പ്രൈസ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് വരുന്നത് ലോ ഇസ് ക്രിയേറ്റഡ്. ഈ ഒരു സ്ട്രക്ചർ പറയാം, ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ. സോ കാണാമല്ലോ, ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൻ ആൻഡ് the high is taken, right? And the high is taken and the price is coming to mitigate. ഇതല്ലേ കൺസെപ്റ്റ്. അപ്പോൾ പ്രൈസ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു സ്ട്രക്ചറിലാണെങ്കിലും നമ്മൾ മൾട്ടി ഡയമെൻഷനിൽ നമ്മൾ ഇതൊന്നും എപ്പോഴും അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമല്ലോ. ഓക്കെ, സംഭവം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, കൊള്ളാം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ലോ ഇസ് മെയ്ഡ്, ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് ടേക്കൻ, ഹൈ ഇസ് ടേക്കൻ. സോ ബോത്ത് ഏരിയ, ഓക്കെ, ഹൈയും ലോയും തമ്മിൽ നമ്മളിവിടെ നോക്കുമ്പോഴത്തേനും ഇതാണ് ലോ എന്ന് പറയുന്നത്, അല്ലേ. സോ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ആക്ച്വലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫെയർ വാല്യൂ ഏരിയയുടെ താഴെയാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആണ് അല്ലേ. നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, പ്രൈസ് ഈസ് ട്രേഡിംഗ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും എന്താണ് ഇനി നമ്മൾ നോക്കുന്നത്? ഇവിടെ നമുക്ക് മൊമെൻറ്റം കാണിച്ചു, പ്രൈസ് ഇസ് ട്രൈങ് ടു ഹെഡ് അപ്പ് സൈഡ്, എഗെയിൻ പ്രൈസ് ഇസ് കമ്മിങ്. അപ്പം ഇവിടെ പ്രൈസ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും മൊമെൻറ്റം കാണിച്ചു. പക്ഷേ അത് പ്രോബ്ലം എന്താണ്? ഇവിടെ ക്രിയേറ്റഡ് സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അല്ലേ. ഇവിടെ ഒരു പുതിയ സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് വന്നു. അപ്പോൾ ആ പർട്ടിക്കുലർ സ്വിംഗ് ലോ എവിടെ വരെ വന്നു? പ്രൈസ് ആ സ്വിംഗ് ലോ കൃത്യം വന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് പോയോ ഇല്ലയോ? എന്തുകൊണ്ടാണ് ഈ സ്വിംഗ് ലോ ഈസ് ബീങ് ടേക്കൺ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പം ഈ പുൾ ബാക്ക് ഏരിയയിൽ നിയർ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ വരുമ്പോഴത്തേനും ഇവിടെ വന്നിരിക്കുന്നത് ഇത് പുൾ ബാക്കിൻ്റെ ഏരിയ ആയതുകൊണ്ടും ഇവിടെ സ്വിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വന്നതുകൊണ്ടും ആ പർട്ടിക്കുലർ ക്യാൻഡിൽ പോലും ആ സ്വിംഗ് സ്ട്രക്ചർ പോലും, അതായത് ഈ എൻ്റയർ മൂവിൻ്റെ ലിക്വിഡിറ്റി ഈസ് ബീങ് കംപ്ലീറ്റ്ലി ടേക്കൺ അവേ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മളിവിടെ വേറൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? 2 ക്യാൻഡിൽ ഒരു യു ഷേപ്പിൽ വരുമ്പോഴത്തേനും ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സെയിം തിങ് ഈസ് റിപ്പീറ്റഡ് ഹിയർ. ആ ഒരു സ്ട്രക്ചർ ഇതിനകത്ത് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ യു ഷേപ്പിൽ? ഇല്ല, അല്ലേ. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അപ്പോൾ ഇങ്ങനത്തെ മൈനർ തിങ്സ് നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക്കിൻ്റെ ഈ സ്കീമാറ്റിക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സ്വിംഗ് സ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ബോട്ടം പ്രൈസ് എപ്പോഴാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓൾ ദ ലിക്വിഡിറ്റി ഈസ് ബീങ് ക്ലിയർഡ്, ദാറ്റ് ടൈം യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. ഇവിടെ നമുക്ക് സ്മോൾ ടാർഗറ്റ്സിന് വേണ്ടി, സപ്പോസ് നമ്മൾ ഇവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ പോലും, സ്മോൾ ടാർഗറ്റ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും 20 പോയിന്റ് 25 പോയിന്റ് നമുക്ക് എൻട്രിക്ക് കിട്ടാനുള്ള ചാൻസസ് ബാങ്ക് നിഫ്റ്റിക്ക് ഇഷ്ടം പോലെ സമയങ്ങളിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, യു ആർ ഗെറ്റിംഗ് ഇൻ ടു ആൻ എൻട്രി ഓൺ എ റെഡ് ക്യാൻഡിൽ. ക്ലിയർ ആണല്ലോ? You are going to get into an entry on a red candle when on a red candle എപ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്?
നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന റെഡ് ക്യാൻഡിലിൽ എൻ്റർ ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ സ്വിംഗ് സ്ട്രക്ചർ പ്രകാരം ലിക്വിഡിറ്റി ഇല്ലാത്ത ഏരിയയിൽ മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് 1 or 2 or 3 വാട്ട് എവർ ഇറ്റ് ഈസ് എവിടെയെല്ലാം സ്വിംഗ് സ്ട്രക്ചർ ഉണ്ടോ അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു എ ബൈ എൻട്രി. മനസ്സിലായോ? അല്ലാത്ത ഏരിയയിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഡിഫറൻറ്റ് അനലറ്റിക്സിൽ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ മൂവ് മനസ്സിലാക്കി മാർക്കറ്റിനൊപ്പം പോകുമ്പോഴാണ് നമ്മൾ ട്രെൻഡിന് ഒപ്പം ട്രേഡ് ചെയ്ത് കൊണ്ട് പോകുന്നത്. സപ്പോസ് നമ്മൾ ഇതിന് എഗനിസ്റ്റാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ എന്ന് ഓർക്കുക, നമ്മളൊരു സെല്ലിംഗ് സൈഡിലേക്കാണ് നമ്മൾ മാർക്കറ്റ് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഹിയർ ഇവിടെ സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു നോ ദാറ്റ് യുവർ ടാർഗറ്റ് ഈസ് ഓൺലി 12 points 15 points അങ്ങനെയാണ് നമുക്ക് അന്നേരം തന്നെ മനസ്സിലാവുമല്ലോ. സോ സ്കാൽപ്പിംഗ് ഈസ് ഓൾസോ പോസിബിൾ. മനസ്സിലായി? അപ്പോൾ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള നാരേറ്റീവ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിനൊപ്പിച്ച് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ് വരുന്നത് നോക്കുക. അപ്പോൾ മൊമെൻറ്റം എങ്ങനെയാണ് എൻട്രി സമയത്ത് വരുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നത്. അതിനുശേഷം പ്രൈസ് മൊമെൻറ്റത്തിൽ പോയതിനു ശേഷം പ്രൈസ് നേരെ താഴോട്ട് വരണം. ഇതെല്ലാം മൈനർ സ്ട്രക്ചറിൽ നടക്കും. മൈനർ സ്ട്രക്ചറിലാണ് മൊമെൻറ്റം ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കുമെന്നുള്ളതല്ല, ഇത് നടന്ന് ഞാൻ ഇതിനകത്ത് ഇപ്പം കാണിച്ചുകൊണ്ട് ഇതിപ്പം ഓഫ്ലൈൻ ചാർട്ടാണ്, പോസ്റ്റ് ചാർട്ടാണ്. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം പ്രീവിയസ്ലി ചെയ്തിരിക്കുന്ന വീഡിയോ ഇതെല്ലാം വെച്ച് നമ്മൾ കണ്ടുപോകുന്നുണ്ടിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐഡിയ അതിനകത്തോട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ആ ട്രേഡിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആ സംഭവങ്ങൾ കാണാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാനലിലുള്ള വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി ഫ്രണ്ട്സ്. എനിവേ നല്ലപോലെ എല്ലാവരും പഠിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് എഴുതുക. നിങ്ങളുടെ കമൻറ്റ്സ് ആണ് എൻ്റെ ഊർജ്ജം. അതിലാണ് നമ്മൾ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നത്. ഇനി മാർക്കറ്റ് സെക്ടറിൻ്റെ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹാപ്പി ട്രേഡിംഗ് ജേർണി ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.